ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ജ്യൂസാണ്. പച്ച പപ്പായ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല ഇത് എന്ത് ജ്യൂസാണെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു പച്ചപ്പപ്പായ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ഇതിൻ്റെ കുരുവെല്ലാം കളയണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലുള്ള ആ പോർഷനും കളയണം. എന്നിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ പപ്പായ ജ്യൂസ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു ജ്യൂസ് തന്നെയാണ്. നമ്മൾ വിചാരിക്കും പച്ചപ്പപ്പായ വെച്ച് ജ്യൂസ് ഉണ്ടാക്കി എന്ത് ടേസ്റ്റ് ഉണ്ടാവാനാണ്. അത് അങ്ങനെയല്ല. ഇത് വെച്ചൊന്ന് ജ്യൂസ് ഉണ്ടാക്കി ഒന്ന് കുടിച്ചു നോക്ക്, തീർച്ചയായും നിങ്ങൾ ഞെട്ടിപ്പോകും. അത്രയും വലിയ ടേസ്റ്റുമാണ്. അതേസമയം ഇത് പപ്പായ വെച്ചുള്ള ജ്യൂസാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും അതുപോലെ ഇപ്പം ഞാൻ ഇതിൽ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും നല്ലൊരു ജ്യൂസ് തന്നെയാണിത്. ഇത് ഈ പപ്പായ ജ്യൂസ് അറിയാത്തവർക്ക് ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് ജ്യൂസാണ് ഇതെന്ന് ചോദിക്കും. അത്രയും ഡിഫറെൻ്റ് ആയ ഹെൽത്തി ആയ ഒരു ജ്യൂസാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ മുകളിലുള്ള പോർഷൻ കളയണം. ഇനി നമുക്കിത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്മേൽ ഒരു കറി ഉണ്ടാകും, അത് പോകാൻ വേണ്ടിയാണ്. അത്ര വലിയ ചെറിയ പീസാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്, അതിന് ശേഷമാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല വണ്ണം ഇതൊന്ന് കഴുകിയെടുക്കണം. ഇതിൻ്റെ ഈ കറ പോകണമെങ്കിൽ നമ്മൾ നല്ല വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്താലേ ഇത് പോയി കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. ഇനി ഇത് അടച്ച് വെച്ചുകൊണ്ട് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഒരുപാടൊന്നും വെന്ത് പോവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് ആ വെള്ളം കളയേണ്ടി വരും, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിവിടെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ച് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2.5 കപ്പ് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഈ പപ്പായൻ്റെ പീസുകൾ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞങ്ങളെ മലപ്പുറത്ത് ഇതിന് കറുകത്ത് എന്നൊക്കെ പറയാറുണ്ട്, കറുമൂസ എന്നൊക്കെ. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്കിത് കൊടുത്താൽ തീർച്ചയായും അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇങ്ങനെ ഒരു ജ്യൂസൊക്കെ അവർ ലൈഫിൽ ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതോടൊപ്പം ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ നിങ്ങളിൽ എത്താൻ വേണ്ടിയാണത്. അപ്പോൾ ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.